ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഡെന്റൽ എക്സ്പോ കോഴിക്കോട്ട് സമാപിച്ചു. ദന്ത സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 240-ലധികം സ്റ്റാളുകൾ അണിനിരന്ന ഡെന്റൽ എക്സ്പോ. ദന്ത സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 240-ലധികം സ്റ്റാളുകൾ അണിനിരന്ന ഡെന്റൽ എക്സ്പോ. കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷനാണ് 2 ദിവസം നീണ്ട മേള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ചത്. ദന്ത ഡോക്ടർമാർ, ഡെന്റൽ ഡീലർമാർ, ഡെന്റൽ ലാബുകൾ, ഡെന്റൽ കോളേജുകൾ, ഡെന്റൽ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 5000-ഓളം ഡെന്റൽ പ്രൊഫഷണലുകൾ എക്സ്പോയിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഡെന്റൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തെ ഡെന്റൽ ടൂറിസം ലക്ഷ്യസ്ഥാനമാക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. എക്സ്പോയുടെ 14ാം പതിപ്പായ ഇത്തവണത്തെ മേളയിൽ സന്ദർശകരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K മുഹമ്മദ് ഷൈച്ചൽ അറിയിച്ചു. ഞങ്ങൾ മെയിൻലി പുതിയ പ്രോഡക്ട്സുകൾ ഡോക്ടേഴ്സിന് എക്സിബിറ്റ് ചെയ്യുക, അവർക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ടാക്കുക. കാരണം ഇത് ടെക്നോളജി കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ടെക്നോളജി മാറുന്നത് ഇങ്ങനത്തെ എക്സിബിഷനിലാണ് ഡോക്ടേഴ്സിന് അറിയാൻ കഴിയുക. അവർ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്ന് ഇങ്ങനത്തെ എക്സിബിഷൻ വെക്കുമ്പോൾ അവർ വന്ന് നേരിട്ട് എല്ലാ ആധുനിക എക്യുപ്മെൻറ്റ്സ് ഇവിടുന്ന് നേരിട്ട് കാണാം. അങ്ങനെയാണ് ഇവിടുന്ന് ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഡോക്ടേഴ്സ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഡെന്റൽ സ്ഥാപനങ്ങളുടെ 240-ലധികം സ്റ്റാളുകളാണ് എക്സ്പോയിൽ പങ്കെടുത്തത്. ഡെന്റൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമൊപ്പം ഈ രംഗത്തെ വളർച്ചയും നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും മേള ചർച്ച ചെയ്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ MSME മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച ആദ്യ ഡെന്റൽ എക്സ്പോ കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരുവറ്റക്കടവ് പാലം 2025-ൽ പണികൾ പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്.